കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിലെ താരമാണിപ്പോൾ. അഭിനയ മേഖലയിലേക്ക് കടന്നതോടെയായിരുന്നു രേണു വിവാദ താരമായി മാറിയത്. റീൽസും ആൽബങ്ങളും സിനിമയുമൊക്കെയായി സജീവമാണ് രേണു ഇപ്പോൾ. തുടക്കം മുതലേ തന്നെ രൂക്ഷ വിമർശനങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. സുധിച്ചേട്ടനുണ്ടായിരുന്ന സമയത്ത് അഭിനയിക്കാൻ അവസരം വന്നപ്പോൾ വേണ്ടെന്ന് വെച്ചതാണ്. വാവൂട്ട ഒന്ന് നോക്കിക്കൂടെ എന്ന് ഏട്ടൻ ചോദിച്ചപ്പോഴും നോ പറഞ്ഞതാണ്. ഇപ്പോൾ സാഹചര്യം വളരെ മോശമാണ്. വരുമാന മാർഗമായാണ് അഭിനയത്തെ കാണുന്നത്. അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയതെങ്കിലും ഇനി ആക്ടിങ്ങിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് തീരുമാനമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. അടുത്തിടെയായിരുന്നു രേണു സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി മാത്രമല്ല, ഇതുമൊരു വരുമാന മാർഗമായാണ് കാണുന്നതെന്നും അവർ പറഞ്ഞിരുന്നു. നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ സ്നേഹിക്കാനും പിന്തുണയ്ക്കാനും കുറേ പേരുണ്ടെന്ന് മനസ്സിലാക്കിയത് ചാനൽ തുടങ്ങിയപ്പോഴാണ്. ഒത്തിരി പേരാണ് സപ്പോർട്ട് അറിയിച്ചെത്തിയിട്ടുള്ളത്. അവരോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നറിയില്ല. ഭക്ഷണം കൃത്യമായി കഴിക്കണം, എന്ത് വന്നാലും കരയരുത്. ഈ രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും സുധിച്ചേട്ടൻ പറയാറുള്ളത്. അങ്ങനെ ചെയ്താൽ അദ്ദേഹം വേദനിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് കരയാറില്ല ഞാൻ. അല്ലെങ്കിലും കണ്ണീരൊക്കെ എന്നെ വറ്റിയതാണെന്ന് ആണ് രേണു പറഞ്ഞത്. രേണുവിനെക്കുറിച്ച് പറഞ്ഞുള്ള അനുമോളുടെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. രേണുവിൻ്റെ വീഡിയോകളൊക്കെ കാണാറുണ്ട്. സുധിച്ചേട്ടനെ ഓർത്താൽ ഇപ്പോഴും വിഷമം തോന്നാറുണ്ട്. സുധിച്ചേട്ടൻ്റെ വൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ടല്ലോ. കോണ്ടാക്റ്റ് ഇല്ല. പുള്ളിക്കാരി മെസ്സേജൊക്കെ അയക്കാറുണ്ട്. പുള്ളിക്കാരി ചെയ്യുന്ന വർക്കുകളുടെ ലിങ്കൊക്കെ അയച്ചു തരാറുണ്ട്. ഞാൻ അതിനൊക്കെ ഓക്കെ കൊടുക്കാറുമുണ്ട്. സുധിച്ചേട്ടൻ പോയെന്ന് കരുതി പുള്ളിക്കാരിക്ക് എപ്പോഴും വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുമോ? എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ അത് ചെയ്യട്ടെ എന്നുമായിരുന്നു രേണുവിനെക്കുറിച്ച് അനുമോൾ പറഞ്ഞത്. നേരത്തെ നെൽസൺ ശൂരനാടിൻ്റെ പ്രതികരണവും വൈറലായിരുന്നു. അവർക്ക് അഭിനയം താല്പര്യമുള്ള കാര്യമാണെങ്കിൽ അത് ചെയ്യട്ടെ. അതേക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. മറ്റൊരാളുടെ കാര്യത്തെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നുമായിരുന്നു നെൽസന്റെ പ്രതികരണം.